السلام عليكم ورحمة الله وبركاته. തങ്ങളുടെ നാട്ടുകാരോട് ഉണർത്തേണ്ടുന്നൊരു കാര്യം ഓർത്താൻ വേണ്ടിയാണ് എഴുതിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്, നമ്മുടെ നാട്ടിലെ പഴയ കാലം മുതൽ തന്നെ വളരെ ആവേശത്തോടു കൂടി നമ്മുടെ കാരണവന്മാർ നടത്തി വരുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ബദർ ശുഹദ ആണ്ട് നേർച്ച. നമ്മുടെ മിച്ചനായകരെ സംബന്ധിച്ച് നമുക്കറിയാം. നമ്മളൊക്കെ കാണുന്ന കാലം മുതൽക്ക് അദ്ദേഹം ബദരീങ്ങൾ ആണ്ടിന്റെ ആ കൗണ്ടർ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ ബദർ ദിനം കഴിഞ്ഞ് അന്ന് അദ്ദേഹം വീട്ടിൽ പോയി തറാവീഹ് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പെട്ടെന്നൊരു ദേഹത്തിന് അസ്വസ്ഥത വരികയും അവിടെ ആ സമയത്ത് മരണപ്പെടുകയും ചെയ്തു. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ആഖിറം റാഹത്തിലും സന്തോഷത്തിലും നൽകട്ടെ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അദ്ദേഹം ബദരീങ്ങളെ ആണ്ടിന് കൊടുത്ത പ്രാധാന്യം, ആ രീതിയിൽ ബദരീങ്ങളെ ആണ്ട് നല്ലപോലെ ഭംഗിയായി കഴിച്ച് വൃത്തിയാക്കി അന്നത്തെ രാത്രി ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്തൊരു വ്യക്തി മരണപ്പെടുകയാണ്. അപ്പൊ ആ രീതിയിൽ വളരെ പ്രാധാന്യത്തോടുകൂടി നടക്കുന്ന ഒരു കർമ്മമാണ്. അതോടെ എല്ലാവരോടും ഓർമ്മിപ്പിക്കാൻ, നാളെ ളുഹറാകുമ്പോഴേക്ക് എല്ലാവരും പള്ളിയിലെത്തണം. ഇൻഷാ അല്ലാഹ് നിസ്കരിച്ച ഉടനെ മൗലിദ് ആരംഭിക്കും. അതിനുശേഷം കുറഞ്ഞ സമയം നസീഹത്തും പിന്നീട് നമ്മുടെ ഖബർക്ക് വിതരണം നടക്കും. രണ്ടാമത്തെ കാര്യം, ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വീടുകളിലേക്കൊക്കെ ടോക്കൺ കൊടുക്കാൻ വേണ്ടി ഓരോ ഭാഗത്തും നമ്മുടെ വളണ്ടിയർമാരെ നമ്മൾ പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. ആ വളണ്ടിയർമാർ നിങ്ങളൊക്കെ വീടുകളിൽ വന്ന് ടോക്കൺ നൽകിയിട്ടുണ്ടാവും. ഏതെങ്കിലും ആളുകൾക്ക് നമ്മളുമായി ബന്ധപ്പെട്ട ഈ സ്ഥാപനവുമായി എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ ടോക്കൺ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ കണ്ട് ഉണർത്തണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സംഭാവനകൾ നൽകി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ മൊയ്യാങ്ക, അദ്ദേഹം പള്ളിക്കാട് മുകളിൽ താമസിക്കുന്ന ഒരാടും അതേപോലെ വലിയൊരു കോഴിയും ബദരീങ്ങൾ ആണ്ടിലേക്ക് നേർച്ചയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. നാളെ അത് കൊണ്ടുവന്ന് ലേലം ചെയ്യും. അതുപോലെ നമ്മുടെ സജീവ പ്രവർത്തകന്മാരായ പൂവാടി ജബ്ബാർ ഹാജിയും നമ്മുടെ വെട്ടത്തൂർ സാഹിർ, എടശ്ശേരി ലബീബ്, അങ്ങനെ തുടങ്ങിയുള്ള നമ്മുടെ സജീവ പ്രവർത്തകന്മാർ ഇന്ന് അഫ്രൽപത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കട, ഒരു ടയർ പഞ്ചറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു കട ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ആ വിഷയത്തിൽ ബറക്കത്തുണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യണമെന്ന് പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട ഈ രോഗശമനത്തിനാണ് കാര്യമായിട്ട് ഈ ബദരീങ്ങൾ ആണ്ടിന് ആളുകൾ പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ ഒരുപാട് രോഗികളായ ആളുകൾ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു ദുആ ചെയ്യാൻ ഏൽപ്പിച്ചത് നമ്മുടെ കടവത്ത് അദ്വാ കാര്യങ്ങൾക്കറിയാം. ഇപ്പൊ ഇന്നലെ എന്നോട് പറഞ്ഞു, പക്ഷെ റമദാനായാൽ ഞാനൊരു 10-11 മണിയാകുമ്പോൾ പള്ളിയിൽ വന്ന് അസർ ജമാഅത്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോരാറുള്ളത്. അതുവരെ എനിക്കറിയുന്ന രീതിയിലൊക്കെ ഖുർആൻ ഓതി ഇരിക്കുന്ന ഒരു പുരുതക്കാരായിരുന്നു ഞാൻ. ഇപ്പൊ എനിക്ക് പള്ളിയിൽ വരാൻ വയ്യ, കാരണം മൂത്രത്തിന് തടസ്സം വന്ന് ട്യൂബിട്ട് ഒരവസ്ഥയിലാണ് ഉള്ളത്. അപ്പോ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു എത്രയും പെട്ടെന്ന് പൂർണ്ണ ശിഫാ നൽകുമാറാവട്ടെ. അതുപോലെ നമ്മുടെ വളരെ സജീവമായ ഒരു കുടുംബം, ആ കുടുംബത്തിലെ ഉമ്മക്ക് ചെറിയ ഒരു അസുഖം വന്ന് അതിന്റെ ടെസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാർ കുറച്ച് പ്രയാസമുള്ള അസുഖമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളെ അതിന് ടെസ്റ്റിന് പോവാണ്. പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു തആല ആ സഹോദരിക്ക് ഒരു പ്രയാസങ്ങളില്ലാത്ത രീതിയിൽ നല്ല റാഹത്തുള്ള റിസൾട്ട് അല്ലാഹു തആല നൽകുമാറാവട്ടെ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഇന്നലെ ജലാലിയ ഓർഫൻ കെയർ പദ്ധതിയിലേക്ക് 1000 രൂപ സംഭാവന നമ്മുടെ ഒരാൾ ഇന്നലെ പറഞ്ഞു, എനിക്ക് ജോലിക്കൊന്നും പോകാൻ കഴിയില്ല, മാനസികമായിട്ടൊക്കെ ചെറിയ പ്രയാസങ്ങൾ, ശാരീരികമായിട്ട് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വേണ്ടപ്പെട്ട പല ആളുകളും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്.
ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് ദുആ ചെയ്യും. ഇന്ന് ഇൻഷാ അല്ലാഹ് നന്നാക്കി വാഴ്ന്നു പറയും. ആ വാദമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾക്ക് ദുആ ചെയ്യാൻ വേണ്ടി കടപ്പെട്ട ഒരുപാട് ആളുകൾ ഇന്നലെ നമ്മുടെ അനന്തയിലുള്ള ഹമീദ് ബാക്കവി അദ്ദേഹം 1000 രൂപ ജലാലിയയിലെ ഇഫ്താറിലേക്കും 501 രൂപ ഇവിടേക്കും ബദരീങ്ങളാണെങ്കിലും വന്നിട്ട് മോളുടെ പ്രസവമായിട്ടുണ്ട്. അദ്ദേഹം ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ UK പഠിക്കുന്ന മകന്റെ പഠനത്തിൽ ബറക്കത്തുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ടോക്കൺ കൊടുക്കുന്ന സമയത്തും മറ്റുമൊക്കെ ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യും. അതോട് ക്ഷണിക്കാം.